السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. صدق الله العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് റമദാൻ 17, അതെ, ബദർ ദിനം. കുട്ടിക്കാലത്ത് തന്നെ നാം കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് ബദരീങ്ങളുടെ ആണ്ട്, ബദരീങ്ങൾ, ബദർ ദിനം. എന്താണ് ബദർ ദിനം? ആരാണ് ബദരീങ്ങൾ? പരിശുദ്ധമായ ഇസ്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40 വയസ്സ് പൂർത്തിയാവലോടുകൂടി ആ പ്രവർത്തന പ്രചരണത്തിന് തുടക്കമായിട്ടുണ്ട്. നുബുവത്ത് ലഭിച്ച ഉടനെ തന്നെ മക്കയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭം കുറിച്ചു. തുടക്കകാലം പ്രയാസങ്ങളും പ്രതിസന്ധികളും മാത്രമായിരുന്നു. ഉൾക്കൊള്ളാൻ നന്നേ ആള് കുറവ്, ചുരുങ്ങിയ അനുചരന്മാർ മാത്രമേ മക്കയിലുണ്ടായിരുന്നു. ശക്തമായ ശത്രുഭാഗത്തിൽ നിന്ന് നേരിടേണ്ട വന്നു. എന്നല്ല, പല അനുചരന്മാരും അവരുടെ റൂഹ് തന്നെ, ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു പോയി. ജീവൻ ബലിയർപ്പിക്കേണ്ട വന്നു പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി. അക്കാലത്തൊന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് പ്രതിരോധിക്കാനോ എതിരിടാനോ നേരിടാനോ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സമ്മതം ലഭിച്ചില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് പ്രവർത്തന പ്രചരണങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ശിഷ്യരും സജീവമായി രംഗത്ത് നിന്നു. പ്രതിസന്ധികൾ വർദ്ധിക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ നാടുവിടേണ്ട വന്നു. പരിശുദ്ധ മദീനയിലേക്ക് ചില ആളുകൾ യാത്ര പുറപ്പെട്ടു. എല്ലാം ഒഴിവാക്കി, അവരവർ പ്രസവിച്ച ആ രാജ്യം വളർന്ന നാടും വീടും ഒഴിവാക്കി, കുടുംബത്തെ ഒഴിവാക്കി എത്യോപ്യയിൽ പോയ അനുചരന്മാരുണ്ട്, മദീനയിൽ പോയി താമസിച്ചവരുണ്ട്. നീണ്ട 13 വർഷക്കാലമാണ് ഇത് തുടർന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവസാനം ഓർഡർ കിട്ടി. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിർദ്ദേശം വന്നു. പരിശുദ്ധ ഇസ്ലാമിക പ്രവർത്തന പ്രചരണത്തിന് ലോകാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കാൻ പറ്റിയ ഭൂമി, പറ്റിയ സ്ഥലം അത് പരിശുദ്ധ മദീനയാണ്. തങ്ങളും മദീനയിലേക്ക് പോകണം. അങ്ങനെയാണ് ഹിജ്റ നടക്കുന്നത്. 13 വർഷം പൂർത്തിയായപ്പോഴാണ് പരിശുദ്ധമായ മദീനയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പുറപ്പെടുന്നത്. അനുകൂലമായ ഘടകങ്ങളാണ് പ്രവർത്തന പ്രചരണത്ത് മക്കയെ അപേക്ഷിച്ച് മദീനയിലുണ്ടായത്. മദീനയിലും ഇസ്ലാമിക പ്രചരണത്തിന് അനുവദിക്കില്ലെന്ന് ശത്രുക്കൾ തീരുമാനിപ്പിച്ച സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിലേക്ക് ഇസ്ലാം, പരിശുദ്ധമായ മുസ്ലിം സമൂഹം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരും എടുത്തു ചാടേണ്ട വന്നത്. എന്നല്ലാതെ ഇസ്ലാം ഭീകരത പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം ശാന്തിയും സമാധാനമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ശാന്തി, സമാധാനം എന്നാണ് അർത്ഥം. അത് ഉൾക്കൊള്ളുന്നവർക്കാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. പരസ്പരം മുസ്ലിമീങ്ങൾ കാണുന്ന സമയത്ത് ചെയ്യുന്ന അഭിവാദ്യം അസ്സലാമു അലൈക്കും പരസ്പരം സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സന്ദേശമാണ്, ശാന്തിയാണ്, സമാധാനമാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് യുദ്ധത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട വന്നത്? സാഹചര്യമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ അത് മറ്റൊരു പ്രസ്ഥാനത്തെയും മതത്തെയും തകർക്കാനല്ല, സ്വന്തം ആശയവും ആദർശവും വ്യക്തിത്വവും പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന തീരുമാനം ശത്രുക്കൾ ശക്തമായി എടുത്തപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന നിലയിലാണ് ഒരു യുദ്ധം നേരിടേണ്ട വന്നത്. അത് തന്നെ മദീനയിലെത്തി 2 വർഷം പൂർത്തിയായി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തന പ്രചരണം തുടങ്ങി 15 വർഷത്തിന് ശേഷമാണ് പ്രധാനമായ ഒരു യുദ്ധം നടക്കുന്നത്. അതാണ് ബദർ യുദ്ധം. അതും റമദാനിലെ 17-നാണ് നടന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 300 ചില്ലര അനുചരന്മാർ നിരായുധരാണ്. അവരടുത്ത് ആയുധമില്ല, സാധുക്കളാണ്. ബദർ എന്ന് പറയുന്നത് മക്കയിലേക്ക് പോകുന്ന വഴിയിൽ മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടത്തേക്ക് പോകേണ്ട വന്നത് ഒരു യുദ്ധം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ല, മറിച്ച് ശത്രുക്കൾ മക്കയിൽ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരും ഒഴിവാക്കി പോയ സമ്പത്തുകൾ എടുത്ത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനും പദ്ധതിയും തയ്യാറാക്കി ഇസ്ലാമിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ ശത്രുക്കൾ ഒരുങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ സ്വന്തമായ സ്വത്ത് ശത്രുക്കളിൽ നിന്നും പിടിച്ചെടുക്കുന്നതിന് ഷാമിലേക്ക് കച്ചവട സംഘം പുറപ്പെട്ട് തിരിച്ചു വരുന്ന ഖുറൈശികളിൽ നിന്നും ഹക്ക് അവർക്ക് കടപ്പെട്ടിട്ടുള്ള സമ്പത്ത് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബദറിലേക്ക് പുറപ്പെട്ടത്. പക്ഷേ ഇസ്ലാമിനെ തകർക്കാൻ ആയുധസജ്ജരായ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് ശത്രുക്കൾ മക്കയിൽ നിന്നും പുറപ്പെട്ട് 300 ചില്ലറ കിലോമീറ്ററുകൾ താണ്ടി ബദറിൽ എത്തിയിരുന്നു. അങ്ങനെ ഒരു നിർബന്ധ സാഹചര്യത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പുറപ്പെട്ട ശത്രുക്കളോട് പ്രതിരോധിക്കാൻ വേണ്ടി നിന്നുകൊടുക്കേണ്ട വന്ന ഒരു സാഹചര്യമായിരുന്നു ബദർ യുദ്ധം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 300 ചില്ലറ സ്വഹാബത്തിനെ കൊണ്ട്, അനുചരന്മാരെ കൊണ്ട്, നിരായുധരായ അനുയായികളെ കൊണ്ട് ആയുധസജ്ജരായ ശത്രുക്കളെ പരാജയപ്പെടുത്തി ഇസ്ലാമിനെ നിലനിർത്തി. ബദരീങ്ങൾ മുഖേനയാണ് ഇസ്ലാം നിലനിന്നത്. അതിനുശേഷമുള്ള മുഴുവൻ പ്രചരണങ്ങൾ ലോകാടിസ്ഥാനത്തിൽ പ്രചരിക്കാനും ഇസ്ലാം ഇന്നും നിലനിൽക്കുന്നതും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതുമായ പ്രസ്ഥാനം, അതിനൊക്കെ കാരണക്കാർ മഹാരഥന്മാരായ 300 ചില്ലറ അസ്ഹാബുൽ ബദരീങ്ങളാണ്. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്ത് നിലനിർത്തി തരട്ടെ. വളരെ വ്യക്തമായി നമുക്ക് ഈ ചരിത്രം മനസ്സിലാക്കി തരുന്നത് ആയുധബലവും ആൾബലവുമല്ല ശക്തി, മറിച്ച് ആദർശബലമാണ് വലിയ ശക്തി. ആദർശബലമാണ് ഏറ്റവും വലിയ പ്രധാനം. അതിനു വേണ്ടിയിട്ടാണ് ആ അസ്ഹാബുൽ ബദർ പഠിപ്പിച്ച പരിശുദ്ധമായ ദീനിന്റെ പ്രചരണ പ്രവർത്തനത്തിൽ മഹാരഥന്മാരായ മുൻകാല സൂരികളും സൂഫിവര്യന്മാരും പണ്ഡിതന്മാരും പഠിപ്പിച്ച മഹത്തായ ഇസ്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅ അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിലാണ് സാധുക്കളായ നമ്മളെല്ലാം ഉള്ളത്. മഹത്തായ KCF-ഉം നമ്മുടെ സുന്നി സംഘ കുടുംബവും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് അസ്ഹാബുൽ ബദർ ഇവിടെ നിലനിർത്തിയ ഇസ്ലാമിന്റെ പ്രചരണത്തിന്റെ ഒരു ഭാഗമായി, അവരുടെ പിൻഗാമികളായി അവരെ നിലനിർത്തിപ്പോകുന്ന പരിശുദ്ധമായ ദീനിന്റെ ചെറിയ ഒരു സേവകന്മാരായിട്ടാണ് എൻ്റെ പ്രവർത്തകരോട്, KCF-ന്റെ മുഴുവൻ ആളുകളോടും പ്രവർത്തകരോടും അനുഭാവികളോടും സഹായികളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ആ മഹാരഥന്മാരാൽ ഇവിടെ പ്രവർത്തിച്ചുണ്ടാക്കിയ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചെറിയൊരു സേവകന്മാരായി എനിക്ക് വർക്ക് ചെയ്യാൻ, പ്രവർത്തിക്കാൻ എനിക്ക് കഴിയണമെന്ന അങ്ങേയറ്റത്തെ ഘടകമായ ആഗ്രഹം നമുക്കുണ്ടാകണം. നമ്മളാൽ കഴിയുന്നത് നാം പ്രവർത്തിക്കണം. അസ്ഹാബുൽ ബദറിനെ നാം സ്നേഹിക്കണം, അവരെ മദ്ഹ് പറയണം, അവരെ മൗലിദോദണം, അവർക്ക് വേണ്ടി ഫാത്തിഹയും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. നമ്മുടെ ദുന്യവിയും ഉഖ്റവിയായ വിജയത്തിന് അവർ കാരണക്കാരാണെന്ന് മനസ്സിലാക്കുകയും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് അവർ നട്ടുമുളപ്പിച്ച് വളർത്തി പോന്ന ആ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി നിലകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മളൊക്കെ തയ്യാറാകണം. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബദർ ദിനത്തിന്റെ സന്ദേശം എന്ന നിലക്ക് ഒന്നുകൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, ആദർശത്തിന്റെ നിലനിൽപ്പിനും പ്രചരണത്തിന്റെയും ഉയർച്ചക്കും വേണ്ടിയിട്ടുള്ള ഒരു സാധാരണ പ്രവർത്തകനായി അവസാന സമയം വരെ നിലനിന്ന് പോകാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തനം നമുക്കുണ്ടാകണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതൊക്കെ റബ്ബ് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.